കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ച വളരെ ശക്തമായ മഴയാണ് പെയ്തത്. എന്നിരുന്നാലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവ് മഴയാണ് കേരളത്തിൽ ലഭിച്ചത്. അറബിക്കടലിൽ രൂപപ്പെട്ട പുതിയ ചുഴലിക്കാറ്റ് മൂലമാണ് കേരളത്തിൽ കഴിഞ്ഞയാഴ്ച വളരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും കാരണമായത്. എന്തൊക്കെയാണെങ്കിലും ചുഴലിക്കാറ്റിന്റെ ദിശ മാറിയതോടെ ന്യൂനമർദ്ദം കേരളം തീരം വിട്ടിട്ടുണ്ട്. അതിനാൽ ഇനി ശാന്തതയുള്ളൊരു കാലാവസ്ഥയായിരിക്കും കേരളത്തിലുണ്ടാകുന്നത്. എന്നിരുന്നാലും ചിലയിടങ്ങളിൽ നേരിയതോ ശക്തമായോ മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഈ കാലവർഷത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. 2750.6 മില്ലിലിറ്റർ മഴയാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം ലഭിച്ചത്. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 3 വരെയുള്ള കണക്ക് പ്രകാരമാണിത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ ജില്ല മേഘാലയയിലാണ്. ഈസ്റ്റ് ഗാസി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. 4838.1 മില്ലിലിറ്ററാണ് അവിടെ മഴ ലഭിച്ചത്. കേരളത്തിൽ മാത്രമല്ലാതെ മറ്റ് പല പ്രധാന നഗരങ്ങളിലും മഴ മൂലം വളരെയധികം അപകടങ്ങൾ ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും പലയിടങ്ങളിലും പ്രളയം വരെ ഉണ്ടായിരിക്കുകയാണ്. രാജ്യത്ത് കണ്ണൂർ 12ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. കാസർഗോഡ് 26ാം സ്ഥാനത്തുമുണ്ട്. പെയ്ത മഴക്കണക്കിൽ കോഴിക്കോട് ജില്ല 33ാം സ്ഥാനത്തും തൃശൂർ 43ഉം മലപ്പുറം 53ഉം കോട്ടയം 54ഉം വയനാട് 60ഉം ഇടുക്കി 61 ജില്ലകളിലായി ആദ്യ 100-ൽ തന്നെയുണ്ട്. മേഘാലയയിലെ സൗത്ത് വെസ്റ്റ് ഖാസി ഹിൽ, ഗോവയിലെ നോർത്ത് ഗോവ, കർണാടകയിലെ ഉടുപ്പി ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. കേരളത്തിൽ അടുത്ത 3-4 ദിവസം ഇടവേളകളോടുകൂടിയ സാധാരണ മഴ പെയ്യുന്നുവെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ആന്ധ്രാ തീരത്തിന് മുകളിലുള്ള ചക്രവാത ചുഴി വ്യാഴാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിന്റെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കും. രാജസ്ഥാന് മുകളിലുള്ള ന്യൂനമർദ്ദവും അറബിക്കടലിൽ ഒമാൻ തീരത്തിന് സമീപമുള്ള ന്യൂനമർദ്ദവും ചക്രവാത ചുഴികളിലായി ശക്തി കുറഞ്ഞു. തെക്കൻ ചൈന കടലിൽ യാഗി ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് ചൈന തീരത്തേക്ക് നീങ്ങുകയാണ്. ന്യൂനമർദ്ദങ്ങളുടെ ശക്തിയോടെ കേരളത്തിലും ചില സമയത്ത് കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പ്രളയം അതിഭീകരമാണ്. അതിന്റെ ഭീകരമായ അവസ്ഥയിൽ പലരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഒരു പ്രളയം നേരിട്ട നമുക്ക് അതിന്റെ തീവ്രത എത്രത്തോളമാണ് എന്നുള്ളതും അറിയാവുന്നതാണ്. അതിനാൽ എല്ലാ ജനങ്ങളും അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. മഴയത്തുള്ള ശ്രദ്ധ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിനാൽ തന്നെ ഏതെങ്കിലും അപകട സാഹചര്യത്തിലാണ് നിങ്ങൾ നിലകൊള്ളുന്നതെങ്കിൽ ഉടനെ അടുത്ത സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറുകയോ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയോ ചെയ്യേണ്ടതാണ്. മഴയും കാറ്റും എപ്പോഴും സുരക്ഷിതമായി തന്നെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഒരാളുടെ ജീവനും അപകടം ഉണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം.